മക്കളെ ഗുഡ് മോർണിംഗ്. ഇന്ന് ചേച്ചി വന്നിരിക്കുന്നത് ഒരു അയില മീൻ മുളകിട്ടത്. നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ മുളകിട്ട് വെക്കില്ലേ, നമുക്ക് 2 ദിവസം എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മീൻ കറി. എല്ലാവരും കാണണം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ്: ഇത് അരിമുളകാണ്, ഇത് ഇഞ്ചി, ഇത് വെളുത്തുള്ളി. ഇത് 1/2 കിലോ മീനാണ് ചേച്ചി എടുത്തിരിക്കുന്നത്. ഇത് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എന്താണെന്നറിയില്ല, കറണ്ടില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചീനിച്ചട്ടി അടുപ്പത്ത് ചൂടായിട്ടുണ്ട്, ഉലുവ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇഞ്ചി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ബ്രൗൺ കളറാണ് കേട്ടോ, ഇതൊരു ബ്രൗൺ കളറായി വരണം. എന്നാലാണ് നമുക്ക് ഇത് കുറേ ദിവസം ഇരിക്കും കേട്ടോ. നമ്മുടെ അരിമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൽ ലേശം ഉപ്പിട്ട് കൊടുക്കുക. അതെന്തിനറിയോ, ഇതൊന്ന് പെട്ടെന്ന് ബ്രൗൺ കളറായി കിട്ടാനാണ് ഉപ്പിടുന്നത്. അപ്പോൾ ആയി മുരിഞ്ഞു വന്നു. നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപാകതകൾ ഉണ്ടെങ്കിലും ചേച്ചിയോട് ക്ഷമിക്കണം. അപ്പോൾ ഈ ഇഞ്ചി എന്താ പറയുക, വെളുത്തുള്ളി, നമ്മുടെ ഈ അരിമുളകൊക്കെ കൂടെ നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മൊരിഞ്ഞ് തരണം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂണ് മുളക് പൊടി വേണം. അത് മുളക് പൊടിയേ വേണ്ടുള്ളൂ കേട്ടോ. ചേച്ചി ഇങ്ങനെ ഒരു കൈ കണക്കിലിടുകയാണ്, ഏറെക്കുറെ ചേച്ചിക്ക് അറിയുന്നതുകൊണ്ട്. ഒരു 3 സ്പൂണ്. പിന്നെ നമ്മുടെ എന്താ പറയുക, ഈ ഫിഷ് മസാല അത് ലേശം ഇട്ട് കൊടുക്കുക. ഇതിൽ വേറൊന്നും ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് ഈ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കുക. അപ്പോൾ അതൊന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ കുടംപുളി ഒഴിച്ച് കൊടുക്കാം. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ് ചേച്ചി, അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നോക്കാം, തിളച്ചുകൊണ്ടിരിക്കുന്നു മക്കളെ നമ്മുടെ മീനിൻ്റെ. ഇത് നമുക്ക് മീനിട്ട് കൊടുക്കാം. 1/2 കിലോ മീനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചേച്ചി മീനിട്ട് കൊടുത്തു. ഞാൻ തിളയ്ക്കട്ടെ. ഈ മീൻ കറി നമുക്ക് ഒരു 2 ദിവസം 3 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണ്ട മക്കളെ, പുറത്തുതന്നെ വെക്കാം. കാരണം ഇതിൽ നമ്മൾ ഉള്ളി ഇട്ടിട്ടില്ല. അത് കാരണം കൊണ്ട് ഒരുപാട് ദിവസം എടുത്ത് വയ്ക്കുമ്പോൾ ഇത് എത്ര ദിവസം ഇരിക്കണോ അത്രയും ദിവസം ടേസ്റ്റാണ്. അപ്പോൾ മീൻ വന്നു. ഇളക്കാനൊന്നും പാടില്ല. നമ്മൾ ഈ ചട്ടിയിൽ ഒന്നിങ്ങനെ ചട്ടിയിൽ നമ്മളിത് ചുറ്റിക്കുക. അപ്പോൾ കഷ്ണമൊന്നും ഉടയാതെ കിട്ടും. കയ്യിലിട്ട് ഇളക്കുമ്പോൾ കഷ്ണം ഉടയില്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ചേച്ചിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് പറയണം, അല്ലെങ്കിൽ ചേച്ചി നന്നല്ല, കുറച്ചും കൂടി നന്നാക്കണം എന്നുള്ളതും കൂടി പറഞ്ഞു തരണേ. മീൻ തിളച്ച് തുടങ്ങി. എന്നിട്ട് നമ്മൾ ഇറക്കാൻ നേരത്ത് ഈ പുളിയും എരിവും ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്താൽ എരിവും പുളിയും അതിൻ്റെ എല്ലാ ഇതും നല്ല ബാലൻസ് ആവും. എരിവ് പുളി ഇതൊക്കെ ഇതിൽ ഇറങ്ങി ചെന്നിട്ടേ കുറച്ചൊരു മധുരം ആകുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് വെന്ത് തുടങ്ങി. ഒരു നുള്ളു പഞ്ചസാര അതിൽ ബാലൻസ് ചെയ്യാൻ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ സൂപ്പറായി, നല്ല ടേസ്റ്റിയായി മക്കളെ. അതിൻ്റെ ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. ചേച്ചിൻ്റെ വീഡിയോയിൽ വല്ല പാകപ്പിഴകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ മീൻ കറി പാകമായി ഇറക്കാൻ പോവുകയാണ് കേട്ടോ മക്കളെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീഡിയോ കാണണം, ഫുള്ളായി വീഡിയോ കാണണേ. അപ്പോൾ ഓക്കെ മക്കളെ, ബായ്. മീൻ കറി എല്ലാവരും കാണണം.
കാണുമല്ലോ അല്ലേ?